UGC കരട് നിയമത്തിലൂടെ സർവകലാശാലകളെ കേന്ദ്ര സർക്കാരിന്റെ വരുതിയിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC കരട് ഭേദഗതി ചർച്ച ചെയ്യാൻ സംസ്ഥാനം വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കാവ്യവൽക്കരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. As soon as the draft UGC regulations 2025 became public, the anti-federal and anti-democratic content, which would have ruinous effects on the entire country's higher education sector, was evident. In the selection process of vice chancellors, all powers are sought to be vested in the chancellor by taking away the function of constituting the search cum selection committee from the higher education departments. If the chancellor can appoint anyone from a panel, undoubtedly the appointment will be at the behest of the political powers that have appointed the governor. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ UGC കരട് ഭേദഗതിക്കെതിരെ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിച്ചതിലാണ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാവരും ഒരുമിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. First of all, I am congratulating the state government for making such a platform in the national level, expressing our concerns regarding the draft UGC regulations. When it came out first, I wrote a letter to the Honorable Chief Minister demanding a resolution. Our Legislative Assembly adopted a resolution unanimously expressing our concerns over the draft regulation of UGC 2025. More inclusive and consultative strategy is required, one that aspects the federal structure and the particular educational demands of different regions. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, സംസ്ഥാനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് കേരളം UGC കരട് ഭേദഗതിക്കെതിരെ. നമുക്കറിയാം, ഈ സംസ്ഥാനങ്ങളുടെയും സർവകലാശാലകളുടെയും ഒക്കെ അധികാരം കവരാൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്താൻ സംഘപരിവാർ വലിയ ശ്രമങ്ങൾ നടത്തുന്നൊരു കാലമാണ്. ചാൻസലറെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രം അതിന് വലിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കോൺക്ലേവ് വരുമ്പോൾ അതിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ഏത് തരത്തിലായിരുന്നു? മനു, ഇതിനകത്ത് ഈ കേന്ദ്രം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ കരട് ഭേദഗതിക്കെതിരെ ഏത് നിലയിൽ, നിയമപരമായും രാഷ്ട്രീയമായും ഏത് നിലയിൽ മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിലുള്ള ചില ചർച്ചകൾ തന്നെയാണ് ഈ കോൺക്ലേവിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ കൺവെൻഷന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ളത്. വലിയ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ തെലങ്കാന ഉപമുഖ്യമന്ത്രി, കർണാടകയുടെ വിദ്യാഭ്യാസ മന്ത്രി, തമിഴ്നാടിന്റെ വിദ്യാഭ്യാസ മന്ത്രി, ഇവരെല്ലാവരും തന്നെ ഈ കൺവെൻഷന്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഓരോരുത്തരും ഈ നിലയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഇതിനകത്ത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങളെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന ഒരു നിലയിലേക്കാണ് ഈ നിലവിലെ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം ഹനിക്കുന്ന നിലയിലേക്ക്, അതോടൊപ്പം ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ഫെഡറൽ തത്വങ്ങൾ നഗ്നമായി ലംഘിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ നിർദ്ദേശത്തിൽ വന്നിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. കരടിലെ നിർദ്ദേശം നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെയും വിശേഷിച്ച് സംസ്ഥാനങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ ദോഷകരമായി ഭവിക്കുന്ന സാഹചര്യമുണ്ടാവും. രാഷ്ട്രീയ താല്പര്യം സർവകലാശാലയിലേക്ക് കടന്നു വരാൻ ഇത് വഴിയൊരുക്കും എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിന് താല്പര്യമുള്ള ആരെയും സർവകലാശാലകളിലെ VC-മാരായി നിയമിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിന്റെ മുഴുവൻ അധികാരവും ഗവർണർക്ക് നൽകുന്നതാണ് നിലവിലെ കരട് നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊരു റോളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പൂർണ്ണമായ അധികാരം ഗവർണർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചുള്ള ആളുകളെ ഏത് തരത്തിലുള്ള ക്വാളിഫിക്കേഷനും പരിഗണിക്കപ്പെടാതെ തന്നെ VC സ്ഥാനത്തേക്ക് നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് സർവകലാശാലകളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കും എന്ന വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദാഹരണമാണ് നേരത്തെ
പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ തന്നെ ശരി. അതിന്റെ ചെയർമാനായി നിശ്ചയിച്ചത് അത് ഉദാഹരണമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ICHR-ലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഉദാഹരണ സഹിതം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിലെല്ലാം കേന്ദ്രത്തെ ശരി, വ്യക്തമാണ് കമലേഷ്. ഏതായാലും ആ കാര്യത്തിൽ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു വലിയ കൂട്ടായ്മ ഈ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ BJP കൈകടത്തലിനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ സംസ്ഥാനം മുന്നിട്ടിറങ്ങി രൂപീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് കമലേഷ് നൽകിയത്.